ഏറ്റവും താഴെയാണ് കേരളം, ഏറ്റവും മേലെ ജമ്മു കാശ്മീർ. ഇത്രയ്ക്കും ദൂരം വന്നെന്ന് അറിയുമ്പോൾ അവരുടെ മുഖത്തൊരു സന്തോഷം വരാണ്ട്. അത് എന്ത് ഭംഗിയല്ല കാരണം. അവർ മേലെ പിക്ക് കൊടുത്തിട്ട് പോവാ. ഈടാ ഒരേ ഭംഗി കേട്ടോ. നോക്കിയേ, ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല, ഒരു തേങ്ങാപ്പിണ്ണാക്കില്ല, ഒരേ പൊളി. എന്ത് രസമാണ് കാണാൻ മതിയോ. കിട്ടില്ലേ, കിക്കിടില്ലേ. ഹലോ, ഇവിടെ മഞ്ഞ് വീഴ്ച ഉണ്ടാകുമ്പോൾ മറ്റേ ടൈപ്പ് വീടാണെങ്കിൽ മേലെ മഞ്ഞ് കെട്ടിക്കിടന്നിട്ട് ലീക്കേജ് വരാൻ ചാൻസ് ഉണ്ട്. ഇതാ ഈ കുതിര കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മഴത്തുള്ളി ക്രിക്കറ്റിൽ കൊച്ചിനിപ്പോൾ എൻ്റെ മുഖത്ത് കുതിര ഉമ്മ വെക്കുന്നില്ലേ, അതാണ് കുതിര കാണുമ്പോൾ എനിക്ക് ഒപ്പം ഓർമ്മ വരിക. ഞാനിപ്പോൾ ചെമ്പ്ര സ്കൂളിൽ എന്ന് വെച്ചാൽ KKM GVHS തോക്കാട്ടി. അപ്പോൾ അവിടെ ചെറുപ്പകാലത്തൊക്കെ എന്ന് വെച്ചാൽ, ചെറുപ്പം ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ കുറേ കാറ്റടി മരങ്ങളുണ്ടായിരുന്നു. വിലക്കഴിച്ചിട്ടുണ്ട്. ഇത് ഉറുദു വന്നുണ്ട്, അറബിക് ഉറുദു ലാംഗ്വേജ് എനിക്കറിയത്തില്ല. അങ്ങനെ കാഴ്ചയും കാര്യങ്ങളൊക്കെ കണ്ട് ഞാൻ ഇങ്ങനെ നടന്ന് പോവാണ് കേട്ടോ. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്, അതായത് സോളോ ട്രിപ്പിൽ എനിക്ക് അറിയില്ല, യാത്രകൾ പൊതുവെ അതായത് സോളോ ട്രിപ്പ് എന്നുള്ള ഒറ്റയ്ക്ക് തന്നെയാണല്ലോ. അപ്പോൾ എനിക്ക് തോന്നിയിട്ട് കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഏതൊരാളെ കണ്ടാലും ജസ്റ്റ് അയാളെ ഫേസ് സ്റ്റാർട്ടിങ് നോക്കുമ്പോൾ വൻ കലിപ്പ് ലുക്കായിരിക്കും. പക്ഷെ നമ്മൾ ചിരിച്ചുകൊണ്ടൊരു ഹായ് പറഞ്ഞതിന് അയാൾ അപ്പം തിരിച്ച് ഹായ് പറയും. അങ്ങനെ ഞാനൊരു എനിക്കൊന്ന് 10, 300, 400 ആൾക്കൂടെ ഹായ് പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് 1, 2 ആൾ മാത്രമാണ് ഒന്ന് മിണ്ടാതിരുന്നത്. ഇനി അവർക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാവാത്തതുകൊണ്ടാണെന്ന് അറിയില്ല, നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് അവരെ ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ ചെറിയ പിള്ളേരാണെങ്കിലും എല്ലാവരും നമ്മളൊക്കെ വേറെ കാര്യം എന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ ഒറ്റയ്ക്കാണ് നടക്കുന്നത്, ഒറ്റയ്ക്കാണല്ലോ. അപ്പം നമ്മുടെ ചോദിക്കും നിങ്ങൾ എവിടെ നിന്നാണ്, ഞാൻ പറഞ്ഞാൽ കേരളത്തിൽ നിന്നാന്ന് പറഞ്ഞാൽ, അപ്പോൾ അടുത്തേക്കും ഒറ്റയ്ക്കാണോ എന്ന് അപ്പോൾ ഒറ്റയ്ക്കാണ് പറയും. അപ്പോൾ അവർക്കില്ലേ, അവർക്കൊരു സന്തോഷം വേണ്ട. കാരണം നമ്മൾ കേരളം എന്ന് വെച്ചാൽ, ഞാൻ ഡൽഹിയാണ് ഓൾറെഡി വർക്ക് ചെയ്യുന്നത്, എന്നാൽ പോലും കേരളത്തിൽ നിന്നാണല്ലോ വരുന്നത്, ആ റേഞ്ചാണല്ലോ. അപ്പോൾ ഇത്രയും താഴെ കേരളത്തിൽ നിന്ന് ഇവരെ കാശ്മീർ ഏറ്റവും താഴെയാണ് കേരളം, ഏറ്റവും മേലെ ജമ്മു കാശ്മീർ. ഇത്രയ്ക്കും ദൂരം വന്നെന്ന് അറിയുമ്പോൾ അവരുടെ മുഖത്തൊരു സന്തോഷം വരാണ്ട്. അത് അവരെ കാണാനാണ്, അവരെ കൾച്ചർ കാണാനാണ്, അവരെ ലോകം കാണാൻ നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ അവർക്കൊരു സന്തോഷം വരാണ്ട്, അത് ഭയങ്കര ഒരു, അപ്പോൾ നമുക്കൊരു സന്തോഷം. പിന്നെന്ന് വെച്ചാൽ, അങ്ങനെ കത്തിയടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ബൾബ് കത്തിയത്. ഇടത്ത് പോയതാ കൊച്ചൊരു ഷോർട്ട് കട്ട്. ഇവിടെ കയറാൻ പറ്റുമോ? അത്രയും ഏരിയ കവർ ചെയ്തിട്ട് ഇവിടെ ഷോർട്ട് കട്ട് ഉണ്ടോ? ഇവിടെ ഷോർട്ട് കട്ട് നമ്മളങ്ങനെ ചുറ്റി പോകേണ്ട ആവശ്യമില്ല. കണ്ടില്ല എന്ത് ഭംഗിയല്ല കാരണം. അവർ മേലെ പിക്ക് കൊടുത്തിട്ട് പോവാ. ഈടാ ഒരേ ഭംഗി കേട്ടോ. നോക്കിയേ, അങ്ങനെ മേലോട്ടുള്ള വഴി കയറിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല വഴുക്കലുണ്ടായിരുന്നു കേട്ടോ. ഭാഗ്യത്തിനാണ് വീഴാതിരുന്നത്. അങ്ങനെ നമ്മൾ തപ്പിപ്പിടിച്ച് മേലെത്തി. ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല, ഒരു തേങ്ങാപ്പിണ്ണാക്കില്ല, ഒരേ പൊളി. എന്ത് രസമാണ് കാണാൻ മതിയോ. കിട്ടില്ലേ, കിക്കിടില്ലേ. അവിടെ നിന്ന് 2-3 ഫോട്ടോ എടുത്ത ശേഷം നമ്മൾ വീണ്ടും മുന്നോട്ടേക്ക് നടന്നു കേട്ടോ. എത്ര നടക്കണമെന്ന് ഇനി അറിയത്തില്ല. നടക്കന്നെ ഏകദേശം ഒരു 2 കിലോമീറ്ററിനടുത്തേക്ക് ഉണ്ടാവുള്ളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ, ആ ഏരിയ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് രസമാണ് നോക്കാം ഏരിയ. എടാ ഇതാ സുഖം. അങ്ങനെയല്ലേ, ഒരു 4 കിലോമീറ്റർ 5 കിലോമീറ്റർ നടക്കുകയാണെങ്കിൽ നടക്കുക, അവിടെ പോയി അവിടെ നിന്ന് റിട്ടേൺ ടാക്സി കിട്ടുക, അതായത് ചെറിയ പൈസ കിട്ടാൻ റിട്ടേൺ വരിക. ഓക്കെ, മറ്റേതാകുമ്പോൾ ടാക്സിയെല്ലാം വിളിച്ചു പോവുകയാണെങ്കിൽ അവിടെ എത്തിയ ശേഷം നമ്മൾ അവിടെ നിന്ന് ആൾക്കാർ ചോദിച്ച് ടാക്സിക്ക് വിളിയായിരിക്കും. ജയ്പൂരെ സമയത്ത് തന്നെ 2-3 ഫോർട്ട് പോയിട്ടുണ്ടായിരുന്നു. തീരെ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. അത് നല്ല സങ്കടമുണ്ട്. തീരെ മേലത്തെ അരമണിക്കൂർ വിളിക്കാൻ വിളിയോട് വിളി. പക്ഷെ എന്നാൽ അത്ര അറിവില്ല. അവിടേക്ക് ആകുമ്പോൾ വണ്ടി എടുത്ത് കറങ്ങിയാൽ മതിയായിരുന്നു, ചെറിയ പൈസ വണ്ടിയും കിട്ടും. പോട്ടെ, ഓരോരോ പാഠങ്ങളല്ല പഠിക്കുക. അങ്ങനെ നമ്മൾ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ മലയുടെ മേലെ ഒരു ചെറിയൊരു വീടുണ്ട്. അതിൻ്റെ ഉമ്മർന്ന് ഒരു ചെറിയൊരു ചോട്ടാപ്പി കൈവീശി കാണിക്കുന്നു.
ഒരു ചോട്ടാപ്പി. ഹലോ, അവിടെ ഉള്ളിൽ പോയി കാണാ. ഹലോ, ഇവിടുത്തെ വീടുകളൊക്കെ നോക്കിയേ, എന്തോ ഡിഫറെൻ്റ് ആണ്, നല്ല ഡിഫറെൻ്റ് അവിടെ വീട്. അപ്പം ഞാനില്ലേ ശ്രദ്ധിച്ച് മനസ്സിലാവും, എല്ലാ വീടിൻ്റെയും ഞാൻ തരട്ട എല്ലാ വീഡിയോൻ്റെ വീഡിയോയിൽ വീടിൻ്റെ മേൽക്കൂര ശ്രദ്ധിച്ച് മനസ്സിലാവും. ഇങ്ങനെ ഉണ്ടാവുക, ഇങ്ങനെ നമ്മൾ സാറിന് നമ്മൾ പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ വരയ്ക്കൂലേ വീട്, ആ ടൈപ്പ്. അപ്പോൾ ഞാൻ ചോദിച്ചില്ലേ അവിടെ എന്താണ് അങ്ങനെ വരാൻ കാരണമെന്ന്. കിതക്കുന്നു കേട്ടാ, എന്താ 3 കിലോമീറ്റർ നടക്കുന്നില്ല, അതുകൊണ്ടായിരിക്കും അങ്ങനെ. അപ്പോൾ അയാൾ പറഞ്ഞെന്താ വെച്ചാൽ ഇവിടെ മഞ്ഞ് വീഴ്ച ഉണ്ടാകുമ്പോൾ മറ്റേ ടൈപ്പ് വീടാണെങ്കിൽ മേലെ മഞ്ഞ് കെട്ടിക്കിടന്നിട്ട് ലീക്കേജ് വരാൻ ചാൻസ് ഉണ്ട്, ഇതാകുമ്പോൾ പോയിക്കോളും എന്ന് പറഞ്ഞു. പിന്നെ നോക്കി വീടുകളൊക്കെ വളരെ ലളിതമായിട്ട് ഉണ്ടാക്കുന്നത്. നോക്കി ഇവിടെ നോക്കി ഫുൾ മണ്ണുകൊണ്ട് ഉണ്ടാക്കുക, മണ്ണും വരും. ഒരു പഴയതാണെന്ന് തോന്നുന്നുണ്ട്, എന്നാലും അടച്ചിട്ടിട്ടുണ്ട്. എന്നാലും നോക്കിയേ, ഇവിടെ കണ്ട കുതിരകളൊക്കെ നല്ല ഉണ്ട്. ഇവിടെ പച്ചപ്പും ഉണ്ട് കേട്ടോ കുറച്ചൊക്കെ. പക്ഷേ അവിടെ നമ്മൾ നേരത്തെ ഒരു താഴൊന്നും ഇല്ലായിരുന്നു, തീരല്ലായിരുന്നു. തീരൊക്കെ ഉണ്ട് അങ്ങോട്ടല്ലേ, ഒരേ തീറ്റ ഒരു പണിയോ ചവിട്ട് കിട്ടിയ കോമഡിയോ. ഈ കുതിരനെ കാണുമ്പല്ലേ, ഈ കുതിര കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മഴത്തുള്ളി ക്രിക്കറ്റിൽ കൊച്ചിനിപ്പോൾ എൻ്റെ മുഖത്ത് കുതിര ഉമ്മ വെക്കുന്നില്ലേ, അതാണ് കുതിര കാണുമ്പോൾ എനിക്ക് ഒപ്പം ഓർമ്മ വരിക. ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ, കുതിര പറയണ്ടോ, എടാ തെറിയട്ടെ എന്നെക്കുറിച്ച് അതിലേക്ക് നിനക്ക് എന്തൊക്കെ ഉണ്ടാ, എന്നിട്ട് അത് മാത്രമാണ് എനിക്ക് ഓർമ്മ ഉള്ളത്. എന്തേരം മനുഷ്യനെങ്ങനെയാ, എത്ര നല്ല ചെയ്താലും എവിടെ കെട്ടുണ്ടോ അതേ ഓർമ്മ ഉണ്ടോ, ഓരോ ടൈപ്പ്. ബേട്ടവലിക്ക് 3 കിലോമീറ്റർ കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം 6 കിലോമീറ്ററിൽ 3 കിലോമീറ്റർ കവർ ചെയ്തു, 3 കിലോമീറ്റർ കൂടി. എടാ ഞാൻ പഠിച്ചു നോക്കല്ലേ, ചെമ്പ്ര സ്കൂളാണ്. ചെമ്പ്ര സ്കൂൾ എന്ന് വെച്ചാൽ KKM GVHS തോർക്കാട്ടിൽ. അപ്പോൾ അവിടെ ചെറുപ്പകാലത്തൊക്കെ എന്ന് വെച്ചാൽ, ചെറുപ്പം ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ കുറേ കാറ്റടി മരങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ ഉണ്ട്, പക്ഷേങ്കിൽ അന്നത്തെ അത്രയല്ല, കുറേ വെട്ടിക്കളഞ്ഞു. അന്ന് ഈ കാറ്റടി ഇതിന് മേലെ കണ്ടോ, ഒറ്റ അങ്ങോട്ട് പോകും. ഇതിന് മേലെ കണ്ടോ, അന്ന് എന്താ പറയണ്ടേ, അന്ന് ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ അവിടെ കാണുമായിരുന്നു, താഴെ വീണെടുത്തിട്ടൊക്കെ. ഇപ്പോൾ അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. എനിക്കത് കുറേ കാലത്തിന് ശേഷമാണ് ഞാനിങ്ങനെ ഈ കാറ്റടി മരം ഇങ്ങനെ കാണുന്നത് കേട്ടോ. ഒരു നൊസ്റ്റാൾജിയ, വേറൊന്നുമില്ല. യാത്രകൾ തുടരുകയാണ്. ഒരു ഈ യൂട്യൂബ് അങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ജമ്മു കാശ്മീരിൽ അങ്ങനെ ഒരു കാറൊക്കെ എടുത്തിട്ട് ടീം പോയിട്ടുണ്ട്. അവർ ബാറ്ററി എത്തിയിട്ടോ, ഞാൻ 1/2 കിലോമീറ്റർ കൂടി. അങ്ങനെ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ ഡയലോഗാണ് യാത്രകൾ തുടരുകയാണ് എന്നൊരു കാര്യങ്ങളൊക്കെ. എന്തോരം ആൾക്കാരെ കൊണ്ട് ശരിക്കും ഞാൻ മാത്രമേ ഇവിടെ നടന്നു പോകുള്ളൂ, ബാക്കി എല്ലാവരും വണ്ടിയിലാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സംഭവം എത്താനായിരുന്നു 5 കിലോമീറ്റർ കൂടി, അല്ല 1/2 കിലോമീറ്റർ കൂടി, അത്രയേ ഉള്ളൂ. ബാക്കി നമുക്കെന്നേ കവർ ചെയ്യും. ഉണ്ടോ ബേട്ടവാലിക്ക് നമുക്ക് വെൽക്കഴിച്ചിട്ടുണ്ട്. ഇത് ഉറുദു വന്നു കേട്ടോ, അറബിക് ഉറുദു ലാംഗ്വേജ് എനിക്കറിയത്തില്ല. എന്തായാലും ബേട്ടവാലി ഓൾവേസ് വെൽക്കം. അങ്ങ് നോക്കിയാൽ മലേൻ്റെ മേലെ, അത് ഐഫോൺ സൂം ചെയ്ത് എടുക്കുന്നതാണ്. ഇതിൽ സൂമിങ് ഓപ്ഷൻ ഉണ്ട് ഇത് ഗോപ്രോയിൽ. അത് നിങ്ങൾക്ക് അതില്ലേ കാറ്റടി മരങ്ങളുടെ മേലെ കംപ്ലീറ്റ് ആ സംഭവം നിങ്ങൾ പോയി നോക്കാം. ബിജിബേറ. നമ്മൾ വന്ന സമയത്ത് ട്രെയിൻ ഇറങ്ങിയത് ബിജിബേരയാണ്. ശ്രീനഗർക്ക് ഡയറക്റ്റ് പോകാൻ ബിജിബേർ ഇറങ്ങിയിട്ടാണ്, അങ്ങനെയാണ് നമ്മൾ അങ്ങോട്ട് പോയത് കേട്ടോ. കൊള്ളാം. അങ്ങനെ നടന്ന് ഒടുവിൽ നമ്മള് ബേട്ടവാലിൽ എത്തി കേട്ടോ. ബേട്ട എത്തിയിട്ടുണ്ട് നമ്മള്. ശരിക്കും പറഞ്ഞാൽ ഒരു 5 കിലോമീറ്റർ നടക്കാൻ മനസ്സുണ്ടെങ്കിൽ നമുക്കൊരു 1500 രൂപയ്ക്ക് ലാഭിക്കാം. ഇവിടെ പൈസ കൊടുക്കുന്നതല്ലേ, ഇപ്പോൾ നടന്നു വരുമ്പോൾ ആ ഒരു ഭംഗിയില്ലേ, അവർ ഇത്രയും നമ്മൾ യാത്ര ചെയ്ത് അതിൻ്റെ ഒരു രസം, അത് ഇത്രയും കഷ്ടപ്പെട്ട് മേലെത്തുമ്പോൾ കിട്ടുന്ന വ്യൂ ഇല്ലേ, അത് വേറെ തന്നെ ഫീലാണ്. പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞത് ഇത് ബഡ്ജറ്റ് യാത്രയായിരിക്കും. കഴിഞ്ഞ 2 ദിവസം ടാക്സി പോയത് എന്താണെന്ന് വെച്ചാൽ അവരുടെ കൂടെ പോകുമ്പോൾ അവർക്കൊരു ലാഭം കിട്ടും, നമുക്കൊരു ലാഭം കിട്ടും. ആ ഒരു മൈൻഡിലാണ് നമുക്ക് അങ്ങോട്ട് യാത്ര ചെയ്തത്. എന്തായാലും ബേട്ടവാലി കൊള്ളാം, നൈസായിട്ടുണ്ട്. എടാ ഏത് മരങ്ങൾക്കിടയിലൊക്കെ മഞ്ഞ് കേട്ടോ, എന്തായാലും പോയി നോക്കട്ടെ. വാലി എന്ന് വെച്ചാൽ
നമ്മളൊക്കെ ചോദിച്ചാൽ വാലി നിൽക്കുന്ന ഒരു പുൽമേടും നദികളും അങ്ങനത്തെ കാര്യങ്ങൾ വാലി എന്നറിയാം. ആ സെയിം സംഭവമാണ് ഇവിടെ ഉള്ളത് കേട്ടോ. കിടുക്കി താഴെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മേലെ പോകുമ്പോൾ നിങ്ങൾ ഒരിക്കലും നിരാശരാക്കൂല ബേട്ടാ വാലിന്ന്. പക്ഷേങ്കിൽ സംഭവം ഭംഗിയായിട്ടുണ്ട്. പൊളി. ചെറിയ മഴ പെയ്യുന്നുണ്ട് കേട്ടോ അവിടെ. ഇന്ന് നമ്മൾ സോനാമാർഗ് പോയ സമയത്ത് അവിടെ എൻ്റെ പേരെന്തായിരുന്നു, സോനാമാർഗ് പോയ സമയത്ത് അവിടെ മഞ്ഞ് വീഴ്ചയാണെങ്കിൽ ഇവിടെ മഴ വീഴ്ച കൊള്ളാം. ഫീൽ ബെറ്റർ. നമ്മൾ വരുന്ന വഴി കണ്ട പോലെ തന്നെ ഇവിടെ കുറേ ടാക്സിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിലുള്ളത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുന്നവരേക്കും ടാറ്റാ.